നമസ്കാരം. ഹലോ ഡോക്ടറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഏപ്രിൽ 2 ലോക ഓട്ടിസം ദിനം. ഓട്ടിസത്തെക്കുറിച്ച് കൂടുതൽ അറിയാം, അവരെ ചേർത്തു നിർത്താം എന്ന വിഷയം തന്നെയാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം തിരുവനന്തപുരം തൈക്കാട് സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർ ഗ്ലാഡി ജോർജ് ഉണ്ട്. തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യനും പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റുമാണ് ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഇന്ന് ഓട്ടിസം ദിനമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഓട്ടിസം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം. മാത്രമല്ല, ന്യൂറോ സംബന്ധമായ മറ്റ് അവസ്ഥകളിൽ നിന്ന് ഓട്ടിസം എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഓക്കെ, ഓട്ടിസം എന്ന് പറയുന്നത് മറ്റ് ന്യൂറോളജിക്കൽ അസുഖങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. കാരണം ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ശാരീരികമായോ മറ്റു രീതിയിലോ പ്രത്യേകിച്ചൊരു വ്യത്യാസം നമുക്ക് തോന്നത്തില്ല. മറ്റ് അസുഖങ്ങളുള്ള കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും തലച്ചോറിന് അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് നമുക്ക് സീമിംഗ്ലി തന്നെ ഒരു വ്യത്യാസം കാണുന്ന പോലെ ഓട്ടിസത്തിന് അങ്ങനെയില്ല. ഇതൊരു രോഗ അവസ്ഥയാണ്. ഫിസിക്കലി നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ലെങ്കിലും പൊതുവായി ഒരു 3 രോഗലക്ഷണങ്ങളുടെ രോഗലക്ഷണമല്ല 3 അവസ്ഥകളുടെ ഒരു സമ്മേളനമാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്നത്. അതായത് ആശയവിനിമയം, ആശയഗ്രഹണം എന്നിവയിലുള്ള ഒരു പിന്നോക്കാവസ്ഥ, പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് പല പല കാര്യങ്ങൾ ഇങ്ങനെ ഒരുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനുള്ള സെയിംനെസ്സിനോടുള്ള ഒരു ഇഷ്ടം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് നമ്മളൊരു ഓട്ടിസ്റ്റിക് ബിഹേവിയർ എന്ന് പറയുന്നത്. ഓട്ടിസം എന്ന വാക്കിൽ തന്നെ ഓട്ടോ എന്ന വാക്കിനുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മൾ സെൽഫ് എന്നാണ്. സ്വന്തമായി തന്നിലേക്ക് തന്നെ ഉൾവലിഞ്ഞിരിക്കുന്ന ഒരു പ്രകൃതമാണ് ഓട്ടിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ നമ്മൾ മറ്റ് ന്യൂറോളജിക്കൽ അസുഖങ്ങൾക്കുള്ള പോലെയുള്ള ശാരീരികമായ പരിമിതികൾ കണ്ടെന്ന് വരില്ല. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ ഡോക്ടർ കുട്ടികൾക്ക് വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഓട്ടിസം എന്നൊരു അവസ്ഥയെ തടയാനാകുമോ? എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഓട്ടിസം വരുന്നത്? അതിനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഓട്ടിസത്തിനെ തടയാനാവുമോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ നമ്മുടെ ശാസ്ത്രത്തിൻ്റെ നോളജ് വെച്ച് അത് തടയാൻ മാത്രം നമ്മൾ വളർന്നിട്ടില്ല. അതിൻ്റെ കാരണങ്ങൾ പോലും നമുക്ക് കൃത്യമായിട്ട് പിടികിട്ടിയിട്ടില്ല. കൃത്യമായി ഇന്നതെന്ന് കരുതി അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ തടയാനുള്ള സ്റ്റെപ്പുകൾ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതൊരു മൾട്ടി ഫാക്ടോറിയലായിട്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഒരുപാട് ജനിതക ഘടകങ്ങളും എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും കൂടെയുള്ള ഒരു ഇൻ്റർപ്ലേ കൊണ്ടാണ് ഇപ്പം ഓട്ടിസം ഉള്ള ഒരു കുഞ്ഞ് ജനിക്കുന്നതെന്നാണ് നമ്മുടെ കറണ്ട് നോളജ് പറയുന്നത്. ഈ ജനിതകം എന്ന് പറയുമ്പോൾ തന്നെ ഏത് ജീനിലേക്ക് അതിനെ ലൊക്കേറ്റ് ചെയ്യണം എന്നുള്ളത് പോലും നമുക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല. പണ്ട് ഒരു 70 ജീനായിരുന്നു എന്ന് വിചാരിച്ചു. ഇപ്പോൾ അതൊരു 230-250 ജീനുകളിലോളം വ്യാപിച്ച് കിടക്കുന്ന ജനിതക തകരാറുകൾ കൊണ്ടാണെന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. നമ്മുടെ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അത് പ്രിവെൻറ്റ് ചെയ്യാമോ, ഗർഭാവസ്ഥയിൽ കണ്ടുപിടിക്കാമോ എന്നുള്ളതിനൊന്നും ഇപ്പോഴും നമുക്കതിന് മുഴുവൻ ഉത്തരം കിട്ടിയിട്ടില്ല. ഡോക്ടർ, ഇപ്പോൾ ജനിതകപരമായി വരിക ഇപ്പോൾ ഒരു കുടുംബത്തിൽ തന്നെ ഒരുപാട് കുട്ടികൾക്ക് അല്ലെങ്കിൽ 1-2 കുട്ടികൾക്ക് ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് ജനിതകപരമായി എന്ന് തന്നെ പറയാൻ സാധിക്കില്ലേ? ജനറ്റിക്കലി ഫാമിലീസിൽ ഓട്ടിസം ട്രെയ്റ്റ് ഉണ്ടെങ്കിൽ അത് റൺ ചെയ്യാൻ സാധ്യത കൂടുതലാണ്. ഒരേ കുടുംബത്തിൽ അത് പാരമ്പര്യമായിട്ട് ഇപ്പോൾ അച്ഛനുണ്ടെങ്കിൽ കുഞ്ഞിനുണ്ടാവാം, അമ്മയ്ക്കുണ്ടെങ്കിൽ കുഞ്ഞിനുണ്ടാവാം. അത് അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓട്ടിസം ഉള്ള കുടുംബങ്ങളിൽ അത് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം നേരത്തെ തന്നെ തിരിച്ചറിയാൻ സാധിക്കില്ലേ? കാരണം കുട്ടികൾ പലതരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കാം. ഇപ്പോൾ ഡോക്ടർ തന്നെ തുടക്കത്തിൽ പറഞ്ഞു ഉൾവലിയുന്ന ഒരു മനോഭാവം എന്നത്, അതൊക്കെ ഇതിൻ്റെ ഒരു ലക്ഷണത്തിൻ്റെ ഭാഗമായിരിക്കാം അല്ലേ? അതെ അതെ. അപ്പം തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കാമോ എന്ന് ചോദിച്ചാൽ അത് വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഓട്ടിസം ഒരു സെൽഫ് സെൻറ്റേർഡ് ഒരു ബിഹേവിയർ ഒരു പാരൻറ്റിനായിരിക്കും ഏറ്റവും അധികം കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഡോക്ടേഴ്സ് യൂഷ്വലി ഇറ്റ് വിൽ ടേക്ക് അറൗണ്ട് ഒരു 1.5 to 3 years ഒക്കെ എടുക്കും ചിലപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്തത് വരാനായിട്ട്. ബട്ട് കുറച്ചും കൂടെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഒരു അമ്മയ്ക്കോ ഒരു അച്ഛനോ ഒക്കെ കുറച്ചുകൂടെ നേരത്തെ അത് അറിയാൻ പറ്റും. ഈവൺ ഒരു 6 months ഒക്കെ ആകുമ്പോൾ നമുക്കൊരു ഡെവലപ്മെൻ്റ് ഒക്കെ തോന്നുമല്ലോ കുഞ്ഞിന്. ഏറ്റവും ആദ്യം തന്നെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കണ്ണും മദറിൻ്റെ ഐ കോണ്ടാക്റ്റ് ഉണ്ടാവും കുഞ്ഞിന്. ഒരു 6 ആഴ്ചയൊക്കെ ആകുമ്പോൾ കുഞ്ഞ് മുഖത്ത് നോക്കി അറിഞ്ഞുകൊണ്ട് പേര് അറിഞ്ഞ് ചിരിക്കാൻ തുടങ്ങും. അങ്ങനെയൊക്കെയുള്ള ഒരു സോഷ്യൽ റെസ്പോൺസസ് വിൽ സ്റ്റാർട്ട് വെരി ഏർലി ഇൻ ലൈഫ്. ആ ഒരു സമയത്ത് പോലും അതിലുള്ള വ്യത്യാസങ്ങൾ ചിന്തിക്കുന്ന മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു 6-7 മാസം ആകുമ്പോഴേക്കും സ്ട്രേഞ്ചേഴ്സിനെ കണ്ടാലുള്ള ബിഹേവിയർ വേറെയാണ്, അടുപ്പമുള്ളവരോട് കാണിക്കുന്ന ബിഹേവിയർ വേറെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ സംസാരങ്ങൾ വൈകുന്നത് അതെല്ലാം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഒരു വയസ്സാകുമ്പോഴേക്കും ഒരു 8-10 വാക്കെങ്കിലുമൊക്കെ പറഞ്ഞില്ലെങ്കിൽ സംസാരങ്ങൾ ലേറ്റ് ആവുന്നത് ഓട്ടിസത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. അപ്പോൾ എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ ഒട്ടും സംസാരിക്കുന്നില്ല, മറ്റുള്ളവരോട് ഇടപഴകാൻ ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെ കൂട്ടുകൂടി കളിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, ഒരു ഇച്ചിരി ആകുമ്പോഴത്തേനും തനിയെ പ്ലേ ചെയ്യും കുഞ്ഞുങ്ങളിരുന്ന്. കുറച്ച് കഴിയുമ്പോഴേക്കും കൂട്ടുകാരോട് കൂടി ഇരുന്ന് കളിക്കണം,
പാരലായിട്ട് പ്ലേ ചെയ്യാൻ തുടങ്ങും. അത് കഴിയുമ്പോൾ മിങ്കിൾ ചെയ്ത് കളിക്കാൻ തുടങ്ങും. ഇതിനൊന്നിനും ഇഷ്ടമല്ലാതെ സ്വന്തമായി മാത്രം ഇരുന്ന് കളിക്കുമ്പം നമുക്ക് ആ ഓട്ടിസ്റ്റിക് ബിഹേവിയർ ഉണ്ട് എന്നുള്ളത് വളരെ ഏർലി ആയിട്ട് നമുക്ക് തോന്നാൻ പറ്റണം. അതായത് സ്വന്തമായിട്ടാണ് ഇരുന്ന് കളിക്കുന്നത്, സംസാരങ്ങൾ കുറവാണ്, മറ്റുള്ളവരോട് ഇടപഴകുന്നത് കുറവാണ്, ശ്രദ്ധ കുറവാണ്, അമ്മയോ അച്ഛനോ വിളിക്കുമ്പോൾ അതെന്നോടല്ല എന്നുള്ള മട്ടിലുള്ള അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സ്വഭാവ വ്യതിയാനങ്ങൾ മാതാപിതാക്കൾക്ക് തന്നെ വളരെ ഏർലി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുമ്പോഴത്തേനും മിക്കവാറും നമ്മുടെ നാട്ടിൽ കുറച്ച് താമസങ്ങൾ വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഈ 3 ഡൊമെയിനിൽ നമ്മൾ നോക്കണം. അതായത് ആശയങ്ങൾ ഗ്രഹിക്കാൻ, ഒരാൾ എന്താണ് ഒരു വാചകം കൊണ്ട് ഒരു ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കുഞ്ഞിന് കഴിയുന്നില്ല, തിരിച്ച് റെസിപ്രൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, തിരിച്ചത് സംസാരിച്ച് ഒരുമിച്ച് ആശയവിനിമയം നടക്കുന്നില്ല, സംസാരശേഷികൾ ഇച്ചിരി കുറവാണ്, പുറകിലോട്ടാണ്, റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പോൾ ഒരു കളിപ്പാട്ടങ്ങൾ കൊടുത്താൽ അത് തന്നെ അടുക്കി വെച്ചുകൊണ്ടിരിക്കും, ഒരു കാറ് കൊടുത്താൽ അതുകൊണ്ട് എങ്ങനെ കളിക്കണം എന്ന് അറിഞ്ഞുകൂടെ ചുമ്മാ അത് അടുക്കി പറക്കിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ ഏർലി ആയിട്ട് അത് സംശയിക്കാവുന്നതാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് നേരത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നത്. അപ്പോൾ ചില സാഹചര്യത്തിൽ പ്രഗ്നൻസി ടൈമിൽ തന്നെ നമുക്ക് ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇപ്പോൾ ഒരുപാട് ടെക്നോളജി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ലേ? ഗർഭാവസ്ഥയിൽ ഇത് മനസ്സിലാക്കാൻ മാത്രം നമ്മളിപ്പോഴും ആയിട്ടില്ല. സ്റ്റഡീസ് നടക്കുന്നുണ്ട്, ഫീറ്റൽ MRI എല്ലാം എടുത്ത് വ്യത്യാസങ്ങളുണ്ടോ എന്ന്. പക്ഷേ ഡെഫിനറ്റ്ലി ഇൻ ദ വോംബ് അത് ഡയഗ്നോസ് ചെയ്യാൻ മാത്രം നമുക്കിപ്പോൾ ടെക്നോളജി വളർന്നിട്ടില്ല. അതിനുള്ള സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രഗ്നൻസിയിൽ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ നമുക്കിത് തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടല്ലോ. ഇപ്പോൾ പാരൻസിന് തന്നെ കുഞ്ഞുങ്ങളിൽ ഇത്തരത്തിലുള്ള മാറ്റം, ഇപ്പോൾ ചില പേരൻസ് വിചാരിക്കും കുറച്ച് കഴിഞ്ഞാൽ അവൻ വളരുമ്പോൾ മാറും, അങ്ങനെയുള്ള രീതിക്കുള്ള പാരൻസിൻ്റെ ഒരു ചിന്താഗതി ഉണ്ടാകില്ലേ? അപ്പോൾ അത് തിരിച്ചറിയാതെ പോകുന്ന സാഹചര്യം എങ്ങനെയാണ്? അത് എത്രത്തോളം ഭീകരമായ ഒരു മാറ്റത്തിലേക്കാണ് പോകുന്നത്? അത് തിരിച്ചറിയണം. അത് തിരിച്ചറിയാൻ വൈകുമ്പോഴാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റിനും അതിൻ്റേതായ ഡിലേ വരുന്നത്. ആ തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ വേൾഡ് ഓട്ടിസം അവെയർനെസ് ഡേ ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ. UN 2007 മുതൽ വേൾഡ് ഓട്ടിസം അവെയർനെസ് ഡേ ഓൺ April 2 ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ അതിനെക്കുറിച്ച് ടോക്സും അവെയർനെസ്സും കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇതുപോലെ നിസ്സാരമായ കാര്യങ്ങളൊക്കെ അമ്മമാർ വിചാരിക്കും എൻ്റെ പൊന്നുമോനാണ്, ഇപ്പം നന്നാവും, ഇപ്പം ശരിയാവുന്നു. പക്ഷേ കുഞ്ഞ് കൂടുതൽ ആ ഗ്യാപ്പ് വന്നുകൊണ്ടിരിക്കും. പിയർ ഗ്രൂപ്പുമായിട്ട് ആ ഗ്യാപ്പ് വരും തോറും കുറേ കഴിയുമ്പോഴായിരിക്കും പാരൻസിന് മനസ്സിലാവുക ആക്ച്വലി എൻ്റെ മോൻ പുറകിലേക്കാണ്. അവരത് അതുവരെയും ശ്രദ്ധിക്കത്തില്ല. അതെ, എല്ലാവർക്കും പൊൻകുഞ്ഞാണല്ലോ. അപ്പം അത് മനസ്സിലാക്കണം. ഡെവലപ്മെൻ്റൽ മൈൽ സ്റ്റോൺസ്, ഇന്ന സമയങ്ങളിൽ കുഞ്ഞ് ഇന്നത് ചെയ്യണം എന്ന് മാതാപിതാക്കൾക്ക് ഒരു അവബോധം ഉണ്ടാവണം. അതിനുവേണ്ടിയൊക്കെയാണ് നമ്മൾ ഈ ഓട്ടിസം അവെയർനെസ് ഡേ പോലും ഒബ്സർവ് ചെയ്യുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ വളരെ ഏർലി ആയിട്ട് ഒരു ജനിച്ച ഉടനെ കുഞ്ഞ് കണ്ണിൽ നോക്കണം അമ്മയുടെ. പിന്നെ വിളിക്കുമ്പം ശ്രദ്ധിച്ച് ചിരിക്കണം ഈ പറഞ്ഞ പോലെ. പിന്നെ അമ്മമാരുടെ അടുത്ത് കൂടുതൽ അവരുടെ കെയർ ടേക്കേഴ്സിൻ്റെ അടുത്തുള്ള അറ്റാച്ച്മെൻറ്റ്, കളികൾ, ചിരികൾ, സംസാരം ഡെവലപ്പ് ചെയ്യുന്നത്, ഇതെല്ലാം വരണം. അങ്ങനെയാണ് അതില്ല എന്നുള്ളത് നേരത്തെ മനസ്സിലാക്കാനാണ് നമ്മൾ ഈ അവബോധം ചെയ്യുന്നത്. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിസ്സാരമായി കാണുന്ന ചില സാഹചര്യം. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ചെറിയ പ്രായത്തിൽ തന്നെ ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു മാതാപിതാക്കൾ തമ്മിലുള്ള ഒരു ഐ കോണ്ടാക്ട്, തമ്മിലുള്ള ഈ കുട്ടികളിലെ പല മാറ്റങ്ങളും. അപ്പോൾ ഏത് പ്രായം മുതലാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? പ്രായം ഇതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് കരുതുമോ? പ്രായം ഇതിൻ്റെ ഒരു അടിസ്ഥാന ഘടകമാണ്. എത്രയും നേരത്തെ നമ്മൾക്ക് ഈ കുഞ്ഞുങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നുവോ അത്രയും നേരത്തെ നമുക്ക് തെറാപ്പി കൊണ്ട് കുറച്ചും കൂടെ ഇംപ്രൂവ്ഡ് കുഞ്ഞുങ്ങളായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അതിലാണ് അത് നേരത്തെ കണ്ടുപിടിക്കുന്നതിൻ്റെ പ്രാധാന്യം ഇരിക്കുന്നത്. എത്ര നേരത്തെ കണ്ടുപിടിക്കാമെന്നല്ലേ ഇപ്പോൾ ചോദിച്ചത്. അതായത് ഈ ഐ കോണ്ടാക്റ്റ് പോകുമ്പോൾ തന്നെ ദാറ്റ് മേ ഡെവലപ്പ് ബിഫോർ 6 weeks ഓഫ് ഏജ്. ഒരു കണ്ണിൽ നോക്കിയിരിക്കുക മാതാവിൻ്റെ, മേ ബി ഫീഡ് ചെയ്യുമ്പോൾ ഒക്കെ, അതൊരു സാധാരണ മനുഷ്യക്കുഞ്ഞ് ചെയ്യുന്നൊരു കാര്യമാണ്. ആ ഐ കോണ്ടാക്റ്റ് ഇല്ലാതിരിക്കുക. പിന്നെ ഡെഫിനറ്റ്ലി 6 weeks ഓഫ് ഏജ് ടു 8 weeksൻ്റെ ഉള്ളിലെങ്കിലും അമ്മയോ അച്ഛനോ പരിചയമുള്ളവരോ വിളിക്കുമ്പോൾ കുഞ്ഞ് അത് തിരിച്ചറിഞ്ഞ് ചിരിക്കണം. അതിനെ സോഷ്യൽ സ്മൈൽ എന്ന് പറയും. ഇത് വളരെ ഏർലി ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റൽ സ്റ്റേജാണ്. ഇത് സാധാരണ ബുദ്ധിവികാസമുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവും. അപ്പോൾ അത് ഇല്ലാതിരിക്കുക. ഒരു 6 ആഴ്ച പ്രായമായ കുഞ്ഞ് വാവേന്നോ പൊന്നെന്നോ നമ്മൾ എന്താ വീട്ടിൽ വിളിക്കുന്നതെന്ന് വെച്ചാൽ
അതിന് മുന്നും കുഞ്ഞ് ചിരിക്കും, വെറുതെ കിടന്ന് ചിരിക്കും. ദാറ്റ് ഈസ് നോട്ട് ദിസ് തിങ്. സ്മൈൽ ഓഫ് റെക്കഗ്നിഷൻ ഓർ സോഷ്യൽ സ്മൈൽ എന്ന് പറയുന്നത് ഈ 6 വീക്സിലുണ്ടാവുന്ന ഈ ഡെവലപ്മെൻ്റാണ്. ആക്ച്വലി നല്ലത് കുഞ്ഞുങ്ങൾക്ക് ഒരു 40 to 43 ഡേയ്സിൽ തന്നെ അത് വരും. സ്മൈൽ ഓഫ് ദാറ്റ് റെക്കഗ്നിഷൻ, ദേ റെക്കഗ്നൈസ് ദെയർ മദർ. ആൻഡ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്നെയാണ് വിളിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് കുഞ്ഞ് കെയർ ടേക്കറുടെ അല്ലെങ്കിൽ അമ്മയുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നതാണ് സോഷ്യൽ സ്മൈല്. അപ്പോൾ അതൊക്കെ വളരെ ഏർലി ആയിട്ടുള്ള സ്റ്റേജസ് ആണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഫിസിക്കൽ മോട്ടോർ ഡെവലപ്മെൻറ്റിലും ചിലപ്പം സാവധാനമായിട്ട് വരാം. പക്ഷേ മെയിൻലി മെൻ്റൽ ഇതിലാണ് ഈ ഓട്ടിസം കുഞ്ഞുങ്ങൾക്ക് ഡിലേ വരുന്നത്. പിന്നെ സംസാരം മിക്കവാറും കുഞ്ഞുങ്ങൾക്ക് പുറകിലായിരിക്കും. ഒരു വയസ്സിൽ ഒരു 8-10 വാക്ക് പറയണം, 2 വയസ്സാകുമ്പോഴേക്കും ഒരു 40-50 വാക്കെങ്കിലും പറയണം, ഒരു 2 വയസ്സാകുമ്പോഴത്തേനും 2 വാക്കുള്ള സെൻറ്റൻസ് കൂട്ടി പറയണം, 3 വയസ്സാകുമ്പോഴേക്കും ഒരു 3 വാക്കുള്ള സെൻറ്റൻസ് എങ്കിലും ഒരുമിച്ച് ചേർത്ത് പറയണം. അമ്മ എനിക്ക് ചോറ് വേണം, അല്ലെങ്കിൽ 2 വയസ്സാകുമ്പോൾ മാമം വേണം. അങ്ങനെ ഒരു റീസണബിളി ഒരു ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് വേണം. അതിലേക്ക് പുറകിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ കൂട്ടുകൂടി കളിക്കാനുള്ള താല്പര്യമില്ലായ്മ. ഒരു 2 വയസ്സൊക്കെ ആകുമ്പോഴേ കുഞ്ഞുങ്ങൾ പിയർ ഗ്രൂപ്പിൻ്റെ കൂടെയൊക്കെ കളിക്കാനൊക്കെ തുടങ്ങും, ഒരുമിച്ച് ചേർന്ന് കളിക്കാൻ. ഇത് ഒന്നുമില്ലാതെ സ്വന്തമായി തന്നെ ഒരു എന്ത് കളിപ്പാട്ടം കിട്ടിയാലും ഒറ്റയ്ക്കിരുന്ന് കളിക്കാനുള്ള ഒരു തോന്നൽ, അതൊക്കെ ഉള്ളപ്പോഴാണ് നമ്മളിത് ഏർലി ആയിട്ട് സംശയിക്കാനുള്ളത്. ഹലോ ഡോക്ടറിൽ ഓട്ടിസത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഡോക്ടർ, നമ്മൾ നേരത്തെ കുഞ്ഞുങ്ങളിലെ മാറ്റങ്ങൾ സംസാരിച്ചു. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന മറ്റ് ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ശാരീരികപരമായിട്ടുള്ള അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, അങ്ങനെ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്കുണ്ടാകാം? ശാരീരികമായ ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ ഈ ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങൾക്ക് യൂഷ്വലി ഓട്ടിസം മാത്രമുള്ള കുഞ്ഞുങ്ങൾ ഫിസിക്കൽ അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നില്ല. അതിനോടനുബന്ധമായി മറ്റ് അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അതിൻ്റെ ശാരീരിക പരിമിതികളുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളായിട്ട് ഉണ്ടാവുന്നുള്ളൂ. പിന്നെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് മെയിനായിട്ട് ഉണ്ടാവുന്നത്. അതായത് ഈ ബുദ്ധി വളർച്ച യൂഷ്വലി ഒരു 70% പേർക്കും കുറച്ച് കുറവായിരിക്കും, പുറകിലോട്ടായിരിക്കും മറ്റ് സമാനമായ കുഞ്ഞുങ്ങളുടെ നിന്ന്. കുറച്ച് ഹൈ ഫങ്ഷനിങ് ഓട്ടിസം കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് ചില മേഖലകളിൽ ഒരുപാട് ബുദ്ധി വളർച്ച ഉണ്ടാകുമെങ്കിലും മിക്കവാറും കുഞ്ഞുങ്ങൾക്ക് ബുദ്ധി വളർച്ചയിൽ ഇച്ചിരി ഒരു പുറകിലേക്കാവുകയും അതുകൊണ്ട് അവർക്ക് പിയർ ഗ്രൂപ്പിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ, അവരെ കളിക്കാൻ കൂട്ടാതിരിക്കുകയോ അങ്ങനത്തെ മാനസികമായ ബുദ്ധിമുട്ടുകൾ, സ്കൂളിൽ പഠനത്തിൽ പുറകിലേക്ക് പോവുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ സാധാരണമാണ്. ശാരീരിക അവശതയെക്കാളും അതാണ്. വീട്ടിലായാലും ഒരു കാര്യം അങ്ങനെ ചെയ്യാൻ പറ്റാതാവുമ്പോൾ ആ ഒരു ഏജിന് അനുസരിച്ചുള്ള കാര്യങ്ങൾ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റാതാവുമ്പം വീട്ടിലുള്ളവർക്കും ചുറ്റുപാടുള്ളവർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അതുകൊണ്ടുള്ള ഒറ്റപ്പെടുത്തലുകളും മാനസിക സംഘർഷങ്ങളും ഈ കുഞ്ഞുങ്ങൾക്കുണ്ട്. ഫിസിക്കലി അവർക്ക് അങ്ങനെ ബുദ്ധിമുട്ട് വരണമെന്നില്ല. ഓട്ടിസം കുഞ്ഞുങ്ങൾക്ക് കൈയും കാലും കണ്ണും മുഖവും ചെവിയും എല്ലാം സാധാരണ പോലെ ഇരിക്കും. ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. പിന്നെ അസോസിയേറ്റഡ്, ഇപ്പോൾ ഫ്രെജൈൽ എക്സ് സിൻഡ്രോം അങ്ങനത്തെ എന്തെങ്കിലോട് അസോസിയേറ്റഡ് ആണെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് കാണും എന്നൊക്കെ ആയിരിക്കുമെന്നല്ലാതെ ഓട്ടിസത്തിന് സാധാരണ ഫിസിക്കൽ വർക്ക്സ് ബുദ്ധിമുട്ട് വരാറില്ല. പക്ഷെ അവരുടെ മെൻ്റൽ ആണ് അവർ ഒറ്റപ്പെട്ടു പോകുന്നതും അവർക്ക് സഹായം നമ്മൾ കൊടുക്കേണ്ടി വരുന്നതും. ഡോക്ടർ, നമ്മോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. പത്മം ബാലരാമപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ ഡോക്ടർ. എൻ്റെ മോളെ കൊച്ച് 2 വയസ്സ് വരെ നല്ലതായിട്ട് വർത്താനം പറഞ്ഞുണ്ട്. പിന്നെ വാക്കുകൾ മുറിച്ച് ഒരു വിക്കല് വരുന്നുണ്ട്. അതെന്തെങ്കിലും കുഴപ്പമാണോ ഡോക്ടർ? വിക്കല് ഓട്ടിസത്തിൻ്റെതായിട്ടുള്ള ഇതല്ല, പക്ഷേ വിക്ക് കുഞ്ഞുങ്ങൾക്ക് വരാറുണ്ട്. നല്ലവണ്ണം സംസാരിച്ച് തുടങ്ങുന്ന സമയത്താണ് വിക്ക് വരുന്നത്. ഒരുപാട് കുഞ്ഞുങ്ങളിങ്ങനെ സംസാരിക്കാൻ ഒത്തിരി വാക്കുകൾ ഒരുമിച്ച് ചേർന്ന് വരുമ്പോൾ പെട്ടെന്ന് അതൊക്കെ വിക്കായി പോകുന്നതാണ്. അതിന് അങ്ങനെ നമ്മൾ ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട. മിക്കവാറും കുഞ്ഞുങ്ങളൊക്കെ അതിൽ നിന്ന് അങ്ങ് രക്ഷപ്പെട്ടു വരും. അവർ ഒരുപാട് അതിന് വഴക്ക് പറയും, കുറ്റം പറയാതെ അവരുടെ ഒരു തെറ്റാണെന്ന് പറയും ചെയ്ത് ഭയങ്കര ഒരു ശ്രദ്ധ കൊടുത്താൽ അത് കൂടാനുള്ള സാധ്യതയുള്ളൂ. അതിന് പകരം അത് നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ട് എടുക്കുക, കുഞ്ഞിന് സംസാരിക്കാനുള്ള സമയം കൊടുക്കുക, അവരെ ബുദ്ധിമുട്ടിക്കുക, പരിഹസിക്കുക, കുറ്റപ്പെടുത്തുക ചെയ്യാതിരിക്കുമ്പോൾ യൂഷ്വലി പിള്ളേർ അതിൽ നിന്ന് കരകയറി വരും. സംസാരം തുടങ്ങുന്ന ഒരു സമയത്ത് 2 വയസ്സ് 3 വയസ്സ് പ്രായത്തിൽ ചില കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒത്തിരി വാക്കുകൾ തള്ളി വന്നിട്ടൊരു സ്റ്റാമറിങ് പോലെ വരാറുണ്ട്. അപ്പം അതിന് അത്ര മറ്റ് അസുഖങ്ങളില്ലെങ്കിൽ, ലൈക്ക് ഇപ്പം എപ്പിലെപ്സി വരിക, ന്യൂറോളജിക്കൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുക, ഡെവലപ്മെൻറ്റൽ ഡീലേ ഉണ്ടാവുക, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അതിനൊരു മാനസികമായൊരു സപ്പോർട്ട് കൊടുത്താൽ അവർ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് പുറത്ത് കിടക്കുന്നതായിരിക്കും. അതാണ്, അങ്ങനെ പേടിക്കണ്ട. പ്രേക്ഷകയ്ക്ക് മനസ്സിലായെന്ന് കരുതുന്നു.
ഡോക്ടർ, അപ്പോൾ ഇനി ഓട്ടിസം തിരിച്ചറിയാനുള്ള ടെസ്റ്റുകളെ പറ്റി ഒന്ന് പറയാമോ? ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഓട്ടിസം ഉണ്ടെന്ന് കണ്ടെത്താനുള്ള എന്തൊക്കെ വഴികളാണ്, ഇതിൻ്റെ ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഓട്ടിസം കണ്ടെത്താനുള്ള ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ലാബ് ടെസ്റ്റായിട്ട് ഇതിന് യാതൊന്നും തന്നെ ഇല്ല. ഇതൊരു അവസ്ഥയാണ്, ഒരു മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ്. ഓട്ടിസം എന്ന് പറഞ്ഞില്ലേ, തന്നിലേക്ക് തന്നെ ഉൾവലിഞ്ഞിരിക്കുന്ന ഈ അവസ്ഥയെ കണ്ടെത്താൻ തൽക്കാലത്തെ ശാസ്ത്രത്തിൻ്റെ ഇതിൽ നമുക്ക് ലാബ് ടെസ്റ്റോ ഒരു ബ്ലഡ് ടെസ്റ്റോ ഒരു MRIയോ അങ്ങനെ ഒന്നുമില്ല. അതിലേക്കൊക്കെ നമ്മൾ എത്തണമെങ്കിൽ ഇതിൻ്റെ ജനിതക ഘടനകൾ അനലൈസ് ചെയ്തത് കറക്റ്റായിട്ട് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്, ആ ഒരു ലീഷൻ ഈ ഒരാൾക്കുണ്ടോ എന്നൊക്കെ, അങ്ങനത്തെ ഇതിലേക്ക് അത്രയും നമ്മൾ എത്തിയിട്ടില്ല. അതുകൊണ്ട് കൃത്യമായൊരു ടെസ്റ്റ് ചെയ്ത്, ഒരു ലാബ് ടെസ്റ്റ് ചെയ്തിട്ട് ഓട്ടിസം ഡയഗ്നോസ് ചെയ്യാൻ ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് സാധിക്കത്തില്ല. ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ഒരു ചില പ്രത്യേക സ്വഭാവങ്ങൾ വെച്ചിട്ടാണ് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്. കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഒരാൾ അല്ലെങ്കിൽ ഒരു കുഞ്ഞ്, അവർക്ക് തന്നിലേക്ക് ഉൾവലിഞ്ഞിരിക്കുന്ന ഒരു ഇൻട്രോവേർട്ട് പോലത്തെ ഒരു പ്രകൃതമാണ്. അതായത് മറ്റുള്ളവരുമായിട്ട് സംവദിക്കേണ്ടത് എങ്ങനെയാണ്, മറ്റൊരാൾ എന്ത് പറഞ്ഞാൽ അത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അപ്പം ഞാൻ എന്താണ് അതിനനുസരിച്ച് ചെയ്യേണ്ടത് എന്നുള്ള ആശയഗ്രഹണം അയാൾക്ക് കുറവായിരിക്കും. ഇപ്പം അവനവന് തോന്നുന്ന ഒരു കാര്യം മറ്റൊരാളോട് പറഞ്ഞു ഫലിപ്പിക്കാനുള്ള ആശയ സംവേദനം വിനിമയം കുറവായിരിക്കും. പിന്നെ യൂഷ്വലി അവർ ഒറ്റപ്പെട്ടും ഇങ്ങനെ സെൽഫായിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനത്തെ ഒരു ട്രയാഡാണ് ഇതിന് മെയിനായിട്ടുള്ളത്. അങ്ങനെ ഡയഗ്നോസ് ചെയ്യുന്ന ഒരു സ്വഭാവ വ്യതിയാനമാണ് ഓട്ടിസം. അല്ലാതെ ഒരു രക്തപരിശോധന കൊണ്ടോ ഒരു സ്കാനിങ് കൊണ്ടോ തൽക്കാലം നമുക്ക് ഇത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു മറ്റ് ചെക്കപ്പുകളും കാര്യങ്ങളൊന്നും ഇല്ല എന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഇപ്പോൾ സ്ഥിരമായി ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമോ അങ്ങനെ എന്തെങ്കിലും മെഡിക്കൽ ചെക്കപ്പിൻ്റെയോ ആവശ്യം വരുന്നുണ്ടോ? അങ്ങനത്തെ ആവശ്യം വരുന്നത് യൂഷ്വലി കൗൺസിലിംഗ്, മെൻ്റൽ സപ്പോർട്ട്, അതിനുവേണ്ടി നമുക്ക് അങ്ങനത്തെ ഗ്രൂപ്പുകളിൽ ഉൾക്കൊണ്ട് വരാം. പിന്നെ ഇവർക്ക് അസോസിയേറ്റഡ് ആയിട്ട് പേശികൾക്കുള്ള ബലക്കുറവോ ബലക്കൂടുതലോ അങ്ങനത്തെ അസോസിയേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ അസോസിയേറ്റഡ് ആയിട്ട് സ്കൂളിങ്ങിൽ കുറവാണെങ്കിൽ അതിൻ്റെ സഹായങ്ങൾ, ഇൻ്റലക്ച്വൽ ഡെഫിഷ്യൻസി അസോസിയേറ്റഡ് ആയിട്ട് വരും. ചില കുഞ്ഞുങ്ങൾക്ക് സീഷേഴ്സ്, എപ്പിലെപ്സി, അപസ്മാരം വരും. അപ്പോൾ അതിൻ്റെ മെഡിസിൻസിൻ്റെ ഫോളോ അപ്പ്. ചില കുഞ്ഞുങ്ങൾക്ക് ഫിസിയോതെറാപ്പി വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഫോളോ അപ്പ്. ഇങ്ങനത്തെ അസോസിയേറ്റഡ് ഡിസബിലിറ്റീസിന് നമുക്കൊരു മെഡിക്കൽ ഫോളോ ത്രൂ വേണ്ടി വരും. ആ ഫോളോ ത്രൂ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു സ്ഥാപനത്തിൽ, ഏറ്റവും വിശ്വസിക്കാവുന്ന നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് തുടർച്ചയായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ തീരെ ഒരു സപ്പോർട്ടില്ലാതെ നമുക്ക് പോകാനൊക്കത്തില്ല. ദൂരെയുള്ള സ്ഥാപനങ്ങളിലൊന്നും പോകുന്നേക്കാളും അടുത്ത് വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു മെഡിക്കൽ സെറ്റപ്പിൽ നമ്മളതിന് ഫോളോ അപ്പിന് പോകണം. ഡോക്ടർ, ഇപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യുന്ന രീതി എങ്ങനെയാണ്? മറ്റു കുട്ടികളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തരാണ് ഇവർ. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യുന്ന രീതി എങ്ങനെയാണ്? അവരുടെ പരിശീലന രീതികൾ എങ്ങനെയാണ്? അപ്പോൾ അവരോട് ബിഹേവ് ചെയ്യേണ്ട രീതി എങ്ങനെയാണ്? ട്രെയിനിങ് എന്ന് പറയുമ്പോൾ അത് ഓരോ കുഞ്ഞിനും വ്യത്യസ്തമാണ്, ജനിക്കുമ്പോൾ മുതൽ തുടങ്ങുന്നതുമാണ്. പലരുടെയും ഇൻ്റലക്ച്വൽ ലെവൽസ് വ്യത്യാസം ഉണ്ടാവും. ഒരുപാട് ബുദ്ധിയുള്ള ഓട്ടിസം കുഞ്ഞുങ്ങളുണ്ടാവും, ഇച്ചിരി നല്ല ബുദ്ധി കുറഞ്ഞ ഓട്ടിസം കുട്ടികളുണ്ടാവും. അപ്പോൾ ട്രെയിനിങ് ഡെഫിനറ്റ്ലി അത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം നമ്മൾ ആദ്യം തന്നെ ഒരമ്മ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് ഇച്ചിരി വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കുമ്പോൾ സഹായിച്ചു തുടങ്ങണം. സെൽഫ് കെയർ പറ്റുന്നില്ലെങ്കിൽ ഇപ്പോൾ തനിയെ ടോയ്ലറ്റ് ട്രെയിനിങ്, ആ സമയത്തൊക്കെ സെൽഫ് കെയർ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ അവർ സ്വന്തമായിട്ട് ഓരോന്ന് ചെയ്യാൻ വിട്ടുകൊടുക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും കുഞ്ഞു പ്രായത്തിൽ ചെയ്യണം. തനിയെ എങ്ങനെയാണ് ഫീഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് കപ്പ് പിടിക്കുന്നത്, എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്, എങ്ങനെയാണ് ശരീരശുദ്ധി വരുത്തുന്നത്, ഇതിനെല്ലാം നമ്മൾ സഹായം ഇൻഡിവിജ്വലായിട്ട് ചെയ്തു കൊടുക്കണം. എന്നാൽ ചില കുഞ്ഞുങ്ങൾക്ക് ഈ കുഞ്ഞ് 2, 3, 4 വയസ്സ് പ്രായത്തിൽ ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. അവർക്ക് സെൽഫ് കെയർ ഒക്കെ ചെയ്യാനുള്ള ഒരു ബുദ്ധി ഉണ്ടാവും ചെയ്യും. അതുകൊണ്ട് ദാറ്റ് ഈസ് ഓൾവേസ് യുണീക്ക് ഫോർ എവറി ചിൽഡ്രൻ. എന്താണ് അതിൻ്റെ നീഡെന്നനുസരിച്ചിരിക്കും അവരുടെ സഹായിക്കാനുള്ള എന്ത് സഹായമാണോ കുഞ്ഞിന് ആവശ്യം. ഇപ്പോൾ സ്കൂളിങ് ആ സമയത്താവുമ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് പഠനത്തിനൊരു സഹായം വേണ്ടി വരും. അവരുടെ ഭൗതിക നിലവാരം അനുസരിച്ച് സ്പെഷ്യൽ സ്കൂളിംഗ് ചിലപ്പോൾ വേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് ഇൻക്ലൂസീവ് സ്കൂളിങ്ങിൽ വിടാൻ പറ്റും. അപ്പോൾ അത് ഏത് കുഞ്ഞിനെ ഏതാവശ്യം എന്ന് നോക്കിയിട്ട് അങ്ങനെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ സാധാരണ ഒരു സ്കൂളിൽ ഒരു ടീച്ചർ 50 പിള്ളേരെ നോക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ഒരു നീഡുള്ള കുഞ്ഞിനെ ഓരോ മിനിറ്റിലും ഓരോ ചോദ്യത്തിലും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ കുഞ്ഞ് ഇമ്പ്രൂവ് ചെയ്ത് വരില്ല എന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ കെയർ കിട്ടുന്ന സ്ഥലത്തേക്ക് ആ കുഞ്ഞിനെ വിടേണ്ടി വരും. ഇനി അതല്ല, ഒരു ചെറിയ ഹെൽപ്പ് കൊണ്ട് സാധാരണ മക്കളുടെ കൂടെ ആയി വരുന്നുള്ള ഭൗതിക നിലവാരം IQ ലെവൽ ആ കുഞ്ഞിനുണ്ടെങ്കിൽ ഇൻക്ലൂസീവ് സ്കൂളിങ്ങിൽ പോകാൻ സാധിക്കും. അങ്ങനെ ഓരോ സമയത്തും എന്താണ് ആവശ്യം എന്ന് നോക്കിയിട്ട് നമ്മൾ സഹായിച്ചു കൊടുക്കേണ്ടി വരും.
ഡോക്ടർ, നമ്മളിപ്പോൾ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ ശാരീരികമായ കാര്യങ്ങൾ, അവരെങ്ങനെ പരിചരിക്കണം എന്ന വിഷയത്തെ പറ്റിയൊക്കെ സംസാരിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ലഭിക്കുക, അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ്? മാത്രമല്ല, ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് സർക്കാരിൽ നിന്ന് ലഭ്യമാകുന്ന ആനുകൂല്യങ്ങളെ പറ്റി ഒന്ന് പറയാമോ? ഓട്ടിസമുള്ള കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്സ് അവൈലബിൾ ആണ്. അത് ഓൺലൈൻ പോർട്ടലിലാണ് നമ്മൾ അത് അപ്ലോഡ് ചെയ്യേണ്ടത്. കുഞ്ഞിൻ്റെ വിവരങ്ങളെല്ലാം വെച്ചിട്ട് അത് അടുത്തുള്ള ഹോസ്പിറ്റലിലോ, മേജർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസിലോ, ജനറൽ ഹോസ്പിറ്റലിലോ ചെന്നാൽ അവിടുന്ന് ഓഫീസിൽ നിന്ന് അതിനുള്ള ഹെൽപ്പ് ഉണ്ടാവും. അതിൻ്റെ ഫോമുകളുണ്ട്, അത് പൂരിപ്പിച്ച് അതിൻ്റെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ പിന്നെ അതിൻ്റെ ഡേറ്റ് നിശ്ചയിച്ച് മെഡിക്കൽ ബോർഡിലേക്ക് ഈ ഓട്ടിസം അല്ലെങ്കിൽ ഏത് ഭിന്നശേഷി ബോർഡാണത്, അതിലേക്ക് ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങളെ വിളിക്കും. ഒരു പ്രത്യേക ദിവസം ഒരു മെഡിക്കൽ ബോർഡിലിരുന്ന് ഓട്ടിസം അസസ് ചെയ്ത് അസോസിയേറ്റഡ് എന്തെങ്കിലും ഇൻ്റലക്ച്വൽ ഡെഫിഷ്യൻസി അത് എത്ര ശതമാനമുണ്ട്, അസോസിയേറ്റഡ് എന്തെങ്കിലും ഫിസിക്കൽ അബ്നോർമാലിറ്റീസ് ഉണ്ടോ, സീഷേഴ്സ് ഉണ്ടോ, വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നെല്ലാം കണക്കാക്കിയിട്ട് ഒരു മെഡിക്കൽ ബോർഡ് അതിൻ്റെ പെർസെൻറ്റേജ് എഴുതി ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് തരും. അതൊരു യൂഷ്വലി ഒരു മേബി 1 month എടുക്കും. അതൊരു പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് അത് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം അങ്ങനെയാണ് നമുക്ക് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ഈ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഓട്ടിസമുള്ള കുഞ്ഞുങ്ങൾക്കുണ്ട്. അത് കിട്ടിയാൽ നമുക്കതിൻ്റെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസസ്, പിന്നെ ഒത്തിരി UDID ഉള്ളതിൻ്റെ സൗകര്യങ്ങൾ, ബസ്, ട്രെയിൻ യാത്രാ സൗകര്യങ്ങൾ, ഇൻകം ടാക്സ് ഡിഡക്ഷൻസ്, പിന്നെ ജോലി കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ്. നമ്മുടെ IQ ലെവൽ കൊണ്ട് എന്ത് ജോലി ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ആ ജോലിക്ക് നമുക്ക് റിസർവേഷൻ ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനെ എല്ലാ ഇതുകളും ഈ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ നമുക്കുണ്ടാവും. പിന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഭിന്നശേഷി കുട്ടികൾക്കും പ്രത്യേകിച്ച് ഓട്ടിസം കുഞ്ഞുങ്ങൾക്കും വളരെ സഹായകരമായ നിലപാടാണ് ഇന്നത്തെ അവസ്ഥയിലുള്ളത്. പണ്ടുള്ളതിനേക്കാളൊക്കെ നമ്മൾ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം സർക്കാർ തന്നെ ഇപ്പോൾ പുതിയ ബജറ്റിലൊക്കെ ഒരുപാട് തുക തന്നെ വകയിരുത്തിയിരിക്കുകയാണ് സ്പെഷ്യൽ സ്കൂളുകൾക്ക് വേണ്ടിയിട്ട്. അതിൻ്റെ നിയമങ്ങൾ പോലും അമെൻഡ് ചെയ്ത് കുറച്ച് ഇത്ര കുഞ്ഞുങ്ങളുണ്ടായാലേ സ്പെഷ്യൽ സ്കൂളിന് ഗ്രാൻഡ് കൊടുക്കാവുള്ളൂ എന്നതിൻ്റെ കട്ട് ഓഫുകളെല്ലാം മാറ്റിയിരിക്കുകയാണ്. അല്ലെങ്കിൽ അവർ ഈ സംഭാവനകളെയൊക്കെ ആശ്രയിച്ച് സ്പെഷ്യൽ സ്കൂളുകളൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് പോകേണ്ടി വരും. അതിന് പകരം റിയലി ട്രാൻസ്പാരൻ്റ്ലി ഗവൺമെൻറ് എയ്ഡ് കൊണ്ട് തന്നെ സ്പെഷ്യൽ സ്കൂളുകൾ നടന്നു പോകുന്ന രീതിയിൽ അതിനെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് സ്പെഷ്യൽ അംഗനവാടികൾ തുറക്കാൻ പോണു, ചൈൽഡിൻ്റെ റിസർച്ച് സെൻറ്റേഴ്സ് തുടങ്ങാൻ പോണു, ഈ മോഡൽ സ്കൂൾസ് വിത്ത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓട്ടിസം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി റീഹാബിലിറ്റേഷന് വേണ്ടി തുടങ്ങാൻ പോകണു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഒരു സ്നേഹയാനം എന്നൊക്കെ പറഞ്ഞ് ഓട്ടിസോ ഇൻ്റലക്ച്വൽ ഡെഫിഷ്യൻസി ഉള്ള കുഞ്ഞുങ്ങളുടെ മാതാക്കൾക്ക് ഇലക്ട്രിക് ഓട്ടോ കൊടുക്കുന്ന കാര്യങ്ങൾ, സമഗ്ര എന്നൊക്കെ പറഞ്ഞ് ജോലി കിട്ടുന്നത്, ചങ്ങാതിക്കൂട്ടം, പിയർ ഗ്രൂപ്പ് സപ്പോർട്ടിനുള്ളത്, സർവ്വശിക്ഷാ അഭിയാനിൽ പെടുത്തിയിട്ട് ഹോം ബേസ്ഡ് എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ, വെർച്വൽ ക്ലാസ് റൂംസ്, ഇങ്ങനെ ഓട്ടിസവും മറ്റ് ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള എല്ലാവിധ പ്രോഗ്രാമുകളും പറ്റുന്നിടത്തെല്ലാം സർക്കാർ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ശരി ഡോക്ടർ, നമ്മുടെ ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഓട്ടിസത്തെക്കുറിച്ച് കൂടുതൽ അറിയാം, അവരെ ചേർത്ത് നിർത്താം എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ എന്ന് സംസാരിച്ചത്. നമ്മോടൊപ്പം ചേർന്നത് തിരുവനന്തപുരം തൈക്കാട് സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർ ഗ്ലാഡി ജോർജാണ്. തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യനും പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റുമാണ് ഡോക്ടർ. നന്ദി ഡോക്ടർ.